കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ദേവേനി ആദർശിനെയും ജയനെ ഇട്ട് വട്ടം കറക്കുവാണ്. തന്നെ കുറച്ച് കബളിപ്പിച്ചല്ലേ നയനയാണ് തനിക്ക് കരള് പാത്ത് തന്നേന്നുള്ള സത്യം തന്നോട് മറച്ചു വെച്ചല്ലേ. അപ്പൊ ഇവര് കുറച്ച് വട്ടം കറങ്ങട്ടെ എന്നൊരു ചിന്തയായിരുന്നു. പിന്നീട് ദേവേനെ അവരോട് സംസാരിച്ച് അങ്ങ് പോയ സമയത്ത് ആദർശനോട് ജയൻ പറഞ്ഞു, എന്നാലും എന്റെ വിചാരം എന്താണെന്നറിയായിരുന്നോ? ദൈവമേ, ഇനിയിപ്പൊ ദേവേനയുടെ മനസ്സിലെ വിചാരം നയന കരളത് അവൾക്ക് പകർത്തു കൊടുത്തെന്നുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞോ എന്നൊരു ചിന്തയായിരുന്നു. ഭാഗ്യത്താൻ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അവള് കരള് പാത്തു കൊടുത്ത പെൺകുട്ടിയെ പറ്റി അല്ല ആലോചിച്ചോണ്ടിരുന്നേ, പകരം നിന്റെ വിഷമത്തെ കുറിച്ചായിരുന്നു. അതുകൊണ്ടല്ലേ നയനെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ആദർശ് പറഞ്ഞു, അത് ശരിയാ, എന്റെ അച്ഛന്റെയൊക്കെ വേദന കണ്ടിട്ട് അമ്മ പോയി നയനയെ കൂട്ടിക്കൊണ്ട് വന്നേ. എനിക്ക് വല്ലാത്ത സംശയം ഉണ്ടായിരുന്നു, ഇനിയിപ്പൊ നയനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഇനിയിപ്പൊ ആരെങ്കിലും പറഞ്ഞറിഞ്ഞിട്ടാണെന്ന്. അങ്ങനെയൊന്നും ഉണ്ടായില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പം ചെയ്യാൻ പറഞ്ഞു, അത് ശരിയാ, ഇനിയിപ്പൊ സത്യങ്ങളൊക്കെ അവള് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷനിലാണെങ്കിൽ അവള് നയനെ സ്നേഹിക്കും തന്നെ എന്റെ മനസ്സ് പറയുന്നു എന്ന് പറയാണ്. ആദർശോട് അങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റില്ല, അമ്മയുടെ സ്വഭാവം അല്ലേ, ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ അയ്യപ്പസ്വാമിയെ പോയി കണ്ട് പ്രാർത്ഥിച്ചതിന് ബലം ഉണ്ടായി അല്ല അച്ഛാന്ന് പറയണം. അത് ശരിയാ, വിളിച്ചാ വിളിപ്പുറം ഇത് വരുന്ന ആളല്ലേ അയ്യപ്പസ്വാമി എന്ന് പറയാണ്. പിന്നീട് ആദർശ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുവാണ്. മൂർത്തി മുത്തശ്ശൻ കണ്ടു ആദർശന്റെ മുഖത്തെ സന്തോഷം. മുത്തശ്ശൻ പറഞ്ഞു, ഇപ്പൊ നിന്റെ മുഖത്തോ 1000 തിരി ഒരുമിച്ച് കത്ത് നിൽക്കുന്ന ഒരു പ്രതീതിയാണല്ലോടാ ആദർശ എന്ന് പറയണ. അത് പിന്നെ മുത്തശ്ശ, ഞാൻ പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇത്ര പെട്ടെന്ന് അമ്മ പോയി നയനെ വിളിച്ചോണ്ട് വരുമെന്ന്. അല്ലെങ്കിലും ദേവേനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതുകൊണ്ടാന്ന് പറയണം. അല്ല, അമ്മയോടെ സംസാരിച്ചായിരുന്നു. അമ്മ പറഞ്ഞ എന്താണെന്നറിയോ, എന്റെ വിഷമം കണ്ട് സഹിക്കാൻ പറ്റാത്തോണ്ട് വിളിച്ചോണ്ട് വന്നാന്ന്. ഇത് കേട്ടതും മുത്തശ്ശൻ പറഞ്ഞു, എന്തൊക്കെയാണല്ലോ അവള് വിളിച്ചോണ്ട് വന്നല്ലോ, ഇനിയിപ്പം നയനമോൾ ഈ വീട്ടിൽ നിന്ന് പോകാതെ നോക്കിയാൽ മതി. പിന്നെ ആ കാര്യങ്ങൾ നീ നോക്കണം, അറിയാലോ നയനമോൾക്ക് പണ്ടത്തെ സ്ഥിതിയല്ല, ഇനിയിപ്പൊ അവളുടെ കാര്യങ്ങളൊക്കെ നീ വേണം നോക്കാനായിട്ട്. അവള് ചിലപ്പോൾ അടുക്കള ജോലികൾ എടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പാഞ്ഞു കിടക്കും, പക്ഷെ അതിനൊന്നും അനുവദിച്ചു കൊടുത്തുകൂടാ. ബാക്കി ആർക്കും ഈ വീട്ടിൽ സത്യങ്ങളൊന്നും അറിയത്തില്ല, സത്യങ്ങൾ അറിയാവുന്നവര് അതനുസരിച്ച് അവളുടെ അടുത്ത് പെരുമാറണം എന്ന് പറയാം. ആദർശ് പറഞ്ഞു, ആ കാര്യത്തിലൊന്നും മുത്തശ്ശൻ വിഷമിക്കണ്ട, ഞാനുണ്ടല്ലോ, അവളുടെ ഏത് കാര്യം ഞാൻ സാധിച്ചു കൊടുക്കും, അവളെ ഞാൻ നോക്കിക്കോളാന്ന് പറയാം. അത് മാത്രമല്ല, നിനക്കറിയാലോ ഗോവിന്ദനാണെങ്കിലും കനകയാണെങ്കിലും നമ്മളിവിടെ ഉണ്ടല്ലോ എന്നൊരു വിശ്വാസത്തിന് പുറത്താ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അപ്പൊ അവൾക്ക് ഒരാപത്തും വരാതെ കാത്തു പരിപാലിക്കേണ്ട ആള് നമ്മളാണ്. ഈ പറയാൻ ദേവയാനിക്കൊന്നും അറിയത്തില്ല കരള് പാത്തു കളിക്കുന്ന അവളാന്നുള്ള കാര്യം. അപ്പൊ സത്യങ്ങൾ അറിയത്തില്ലാത്തതുകൊണ്ട് അവര് ചിലപ്പോ അവളെ കൊണ്ട് പണിയൊക്കെ ചെയ്യാൻ ശ്രമിച്ചെന്നിരിക്കും. അതൊന്നും ഒരു കാരണവശാലും പാടില്ലെന്ന് പറയണം. അത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കിക്കോളാം മുത്തശ്ശ, എനിക്ക് ആ കാര്യത്തിലൊന്നും പേടിയില്ല, അവളിങ്ങോട്ടൊന്ന് വന്നാൽ മതി എന്ന് മാത്രം മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അതോടൊപ്പം തന്നെ അമ്മയുടെ ചോദ്യങ്ങൾക്ക് അമ്മയെ ഇങ്ങനെ ഓരോ ദിവസം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കരള് പാത്തുകളിയ പെൺകുട്ടി ആരാന്ന്. തൽക്കാലത്തേക്ക് ഒരു ഉടായ്പൊക്കെ പറഞ്ഞ് വഴി മാറ്റി വിട്ടേക്കുക. എത്ര നാളിങ്ങനെ കള്ളത്തരം പറഞ്ഞു മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല എന്ന് പറയാം. മുത്തശ്ശൻ പറഞ്ഞു, പോകുന്നത്രയും കാലം പോട്ടെ, അതിനുശേഷം മാത്രം സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതി എന്ന് പറയാം. ആ സമയത്ത് നയന നവ്യനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. നവ്യക്ക് നയനെ കണ്ടത് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. നയനെ കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ചിട്ട്, ഇപ്പൊ നീ വന്നല്ലോ, എനിക്ക് ആ പാട് ടെൻഷനിലായിരുന്നു, നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു രസമില്ലായിരുന്നു. നീ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വർത്താനം പറയാനും മുമ്പായിരുന്നെങ്കിൽ എന്റെ എല്ലാ കാര്യങ്ങളും നീ കണ്ടറിഞ്ഞ് ചെയ്യുമായിരുന്നു. പക്ഷെ പോയതോട് കൂടിയിട്ട് എനിക്കാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ പോലും എന്റെ അമ്മായിമ്മയുടെ കാല് പിടിക്കേണ്ട ഗതികേടായെന്ന് പറയാം. ഇത് കേട്ടപ്പോ നയന പറഞ്ഞു, അതിനെന്താ, ഇനിയിപ്പൊ ഞാൻ വന്നല്ലോ ചേച്ചി, ഞാൻ എല്ലാം ഉണ്ടാക്കി തന്നോളാന്ന് പറയാം. അതിന്റെ ആവശ്യമൊന്നുമില്ല, അതൊന്നും വേണ്ട, നീ അടുക്കള കയറി ജോലിയൊന്നും ചെയ്യാറൊന്നും ആയിട്ടില്ല എന്ന് പറയണം. ഇപ്പൊ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാന്ന് പറയണം. അങ്ങനെയൊന്നും ഇല്ല, അതൊന്നും വേണ്ടെന്ന് പറയണം. പിന്നീട് അബിനെ കുറിച്ചെല്ലാം ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, പിന്നെ അബി ഇനി നന്നാവാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല, എന്റെ ആ പ്രതീക്ഷകൾ നശിച്ചു. മലയ്ക്ക് പോയിട്ട് വന്നു കഴിയുമ്പോഴെങ്കിലും എന്തേലും മാറ്റം ഉണ്ടാകുന്ന കരുതി, അതിന് മലയ്ക്ക് പോകാനും പറ്റിയല്ലോ, അവന്റെ കയ്യിലിരിപ്പ് അങ്ങനെയായിരുന്നു എന്ന് പറയാണ്. അല്ല, നിനക്ക് വേറെ വേദനയും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്ക് ഒരു കുഴപ്പമില്ല ചേച്ചിന്ന് പറയണം. പിന്നീട് നവ്യ പറഞ്ഞ, അനാമിക അവള് വന്നിട്ടുണ്ട്, എനിക്ക് അവളെ കാണുമ്പോ തന്നെ ദേഷ്യമോ, എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു അറിയാം അവളിവിടെ കിടന്ന് നടത്തിയത്. പിന്നെ നീയും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും പറയണ്ടായിരുന്നു, കുറെ തവണ അവളെ എന്നോട് കൊടുക്കാൻ വന്നു, ഞാൻ പക്ഷെ വിട്ടുകൊടുക്കുവോ, ഞാൻ വിട്ടുകൊടുത്തില്ല എന്ന് പറയണം. പെട്ടെന്ന് നവ്യയോട് നയന പറഞ്ഞു, വേണ്ട ചേച്ചി, നമ്മളായിട്ട് എന്തിനാ അനിയുടെ ജീവിതം തകർക്കരുത്, എനിക്ക് നല്ലൊരു ജീവിതമുള്ള പാവം, അവന്റെ വിഷമം കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ആദർശേട്ടനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും എല്ലാവർക്കും അവന്റെ ജീവിതം തകർന്നു പോകുന്ന കൊടുത്തിട്ട് നല്ല വിഷമമാണെന്ന് പറയണം. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നയനെ,
നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. ഈ പറയുന്ന അനാമികയും കൂടെ ചിന്തിക്കണ്ടേ അവളുടെ ജീവിതമാണെന്നുള്ള കാര്യം. ഇപ്പൊ അവൾക്കാണെങ്കിൽ അവളുടെ വീട്ടുകാർ കഴിഞ്ഞിട്ടുള്ളൂ. അത് മാത്രമല്ല അവളുടെ അഹങ്കാരം, എന്തുമാത്രം അഹങ്കാരം എന്നറിയോ, ഇത്തിരി എന്തൊക്കെയോ ഉണ്ടെന്നുള്ള രീതിയാ. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് നയനെ ഈ പറയുന്ന പോലെ ഒന്നും അല്ലെന്ന്, എന്തൊക്കെയോ കള്ളത്തരം ചതി അവളുടെ മനസ്സിലുണ്ടെന്ന്. അതൊക്കെ മറച്ചു വെക്കാണ്ട് അവൾ കിടന്ന് പെടാപ്പാട് വിടുന്നുണ്ട്. ഇപ്പം നീയും കൂടെ വന്നു കഴിഞ്ഞ ശേഷം അവക്കിനിയിപ്പം നല്ല കട്ടക്കലിപ്പാന്നാ തോന്നേ, വന്നങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു പറയണം. ഇത് കേട്ടപ്പോ നയന് പറഞ്ഞു, ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലല്ലോ എനിക്കിനി കുഴപ്പമില്ല, ആദർശാണ് എന്നെ അംഗീകരിച്ചു കഴിഞ്ഞു, പോലാത്തേന് അമ്മ എന്നെ കൂട്ടിക്കൊണ്ടു വന്നേ, അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് പേടിയില്ലെന്ന് പറയണം. പിന്നീട് ചോദിച്ചു, അല്ല അമ്മായി നിന്നെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞപ്പോ എന്തേലും പറഞ്ഞോന്ന് ചോദിക്കണേ. ഏയ് കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയോ ചെയ്തേ. ഇനിയിപ്പം നല്ല രീതിയിൽ നിൽക്കേണ്ട എന്റെ കടമയല്ലേ, അല്ലെങ്കിൽ ഞാനിവിടെ അധികം പ്രശ്നങ്ങൾക്കൊന്നും പോവാറില്ലല്ലോ നവേശിന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോവാണ്. പിന്നീട് നവ്യക്ക് ഭയങ്കര സന്തോഷമായിരുന്നു നയനെ വന്നേല്. അങ്ങനെ മുറിയിലിരിക്കുന്ന സമയത്ത് ഒരു കൊടുങ്കാറ്റ് പോലെ അബി അങ്ങോട്ട് വരുവാണ്. അബിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു നയനയുടെ വരവ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും നവ്യയോട് പറഞ്ഞു, ഓ നിന്റെ അനിയത്തി വന്നതിന്റെ സന്തോഷമായിരിക്കില്ലേ നീ? അതെ സന്തോഷം തന്നെയാ, 2 പടക്കം പൊട്ടിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താ നീ കൂടുന്നുണ്ടോ എന്ന് ചോദിക്കാം. പൊട്ടിച്ചോ അതേ കാലമൊന്നും നീ പൊട്ടിക്കില്ലടി എന്ന് പറയാണ്. അതെ നിന്റെ മനസ്സിലെ അസൂയ, നിനക്ക് നിന്റെ അമ്മയ്ക്കൊന്നും പിന്നെ നയനെ ഇങ്ങോട്ട് വരുന്ന ഇഷ്ടമില്ല. വരുന്ന ഇഷ്ടമില്ലാത്തണ്ടല്ല, ഇനിയിപ്പം നിനക്ക് ഇത്തിരി അഹങ്കാരം കൂടും. കാരണം നിന്റെ അനിയത്തി എന്ന് പറഞ്ഞാൽ കുതന്ത്രത്തിന്റെ ആശാത്തിയാണല്ലോ. ഇനിയിപ്പം നീയും അവളും കൂടെ ചേർന്നിട്ട് ഈ വീടെടുത്ത് തിരിച്ചു വെക്കുമെന്ന് പറയാം. അതെ തിരിച്ചു വെക്കും. അതെ ഈ പ്രാവശ്യം നയനം വന്നിരിക്കുന്നേ അവളുടെ അമ്മായിമ്മ പോയി വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്ന, അതുകൊണ്ട് എല്ലാ പദവിയോടും പ്രതാപത്തോടും കൂടി പൂർവാധി ശക്തിയോടെ ആയിരിക്കും ഇത്തവണത്തെ അവളുടെ വരവ്. അതുകൊണ്ട് ഇനിയിപ്പൊ അവളെ തകർക്കാന്ന് ആരും നോക്കണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ അഭി പറഞ്ഞു, ഓ പിന്നെ നിന്റെ ഒരു അനിയത്തി വന്നിരിക്കുന്നു, അവള് തന്ത്രം എടുത്തോണ്ട് ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയണേ. എന്താ നിനക്ക് എന്തായാലും സംശയം ഉണ്ടാ? അല്ല നീ നിന്റെ അമ്മയ്ക്ക് അവളുടെ വരവിനെ പേടിക്കുന്നേ, നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു കള്ളത്തരം ഉള്ളതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ പിന്നെ അവളെ പേടിക്കേണ്ട കാര്യമുണ്ടോ നിൽക്കുക. എന്ത് കള്ളത്തരം? എന്റെ മനസ്സിൽ ഒന്നൊരു കള്ളത്തരം ഇല്ലെന്ന് പറയും. അബി നീ പറയൊന്നും വേണ്ട, നീ ഓരോ കള്ളത്തരം കാണിക്കുന്നതിന്റെ ബലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ പോകാൻ പോലും നിനക്ക് പറ്റിയില്ല. എന്തുകൊണ്ടാ? നിന്റെ മനസ്സിൽ കള്ളത്തരം ഉണ്ടായിരുന്നു, നീ കള്ളത്തരം ചെയ്തു. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും മല ചവിട്ടാൻ പോലും പറ്റില്ല. എന്നിട്ട് നീ എന്താടാ ഈ വീരവാദം മുടക്കണെന്നൊക്കെ പറയാണ്. ഈ സമയം അനാമിക ആകപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാ. അനാമികക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, അവളുടെ വരവ്. നയനി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അവൾ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിയത്? അവള് മനുഷ്യനെ സ്വസ്ഥ സമാധാനം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാ. ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ കരുതിയിട്ട് അനാമിക നേരെ വേണുവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്തൊക്കെയാണ് മോളെ വിശേഷങ്ങള്? എന്ത് വിശേഷങ്ങള്? ഇവിടെ ഭയങ്കര വിശേഷങ്ങൾ തന്നെയാന്ന് പറയണേ. എന്താ കാര്യം എന്താ? അതെ അവള് വന്നിട്ടുണ്ട്, ആ നയനേന്ന് പറയുന്നവള്. നയനയോ? അതെ. ഇപ്പൊ അവളെ ആരെയാ കൂട്ടിക്കൊണ്ടു വന്നേ? വല്യമ്മ തന്നെയാ കൂട്ടിക്കൊണ്ടു വന്നേ. അല്ല ദേവേനി ചേച്ചി ഇത് എന്ത് ഭാവിച്ചാ അവരെന്തിനാ കൂട്ടിക്കൊണ്ടു വന്നേന്ന് ചോദിക്കും. ആദർശേട്ടന് ഭയങ്കര വിഷമാന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നു. അല്ല മോളെ ഇനി വല്ല പ്രശ്നമാവോ? എന്ത് പ്രശ്നമാവാനായിട്ട്? അവളെ പാലിനകത്ത് വിഷം കലക്കി കൊടുത്തെന്നോർത്ത് ഓർത്താ വല്യമ്മ ഇപ്പോഴും ഇരിക്കുന്നേ. വല്യമ്മയ്ക്ക് അതേ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അവളെ ഇഷ്ടത്തോടെ കൂട്ടിക്കൊണ്ടുവന്നൊന്നും അല്ല. ആ സംസാരം കേട്ടറിയാം. മോളെ ഒരു കാരണവശാലും അതെ ദേവേനയും മരുമോളും തമ്മിൽ അടുക്കാൻ ഇടയാവരുത്. നീ അതിന്റെ ഇടയ്ക്ക് ഞൊറിഞ്ഞു കയറിക്കണം. അവര് നിനക്ക് കുറച്ച് സ്വർണ്ണമൊക്കെ മുമ്പ് വന്നാലേ ബാക്കി സ്വർണ്ണോടെ നിനക്ക് കിട്ടണമെങ്കിൽ നീ അവരുടെ പുറകെ തന്നെ കൂടണം. ഇത്രയും കാലം ചെയ്ത പോലെയല്ല, കൂടുതൽ കെയറിങ് അവർക്ക് കൊടുക്കണമെന്ന് പറയാം. അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും. അവള് വന്നിട്ടുണ്ടെങ്കിൽ ഇനി അവളായിരിക്കും അവിടുത്തെ കാര്യസ്ഥാന്ന് പറയാം. അത് പിന്നെ പറയേണ്ട കാര്യമുണ്ട് അച്ഛാ. അവൾ ഇങ്ങോട്ട് കയറി വന്നപ്പോ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ 1-2 പേരൊഴിച്ച്. അച്ഛനറിയാലോ അമ്മയ്ക്കും അപ്പച്ചിക്കും ഒന്നും അവളുടെ വരങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. കിളവിനും കിളവിയുടെ സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ ഏതാണ്ട് ലോട്ടറി അടിച്ച മട്ടാന്ന് പറയാണ്. വേണു പറഞ്ഞു, ഇനിയോ നിന്റെ ഓരോ ചൂടെ സൂക്ഷിച്ചു വേണം. നിന്നെ അവിടുന്ന് പുകച്ച് പുറത്തെ അടിക്കാനായിട്ട് അവള് ശ്രമിക്കും. ഒരു കാരണവശാലും നീ പിടികൊടുക്കലെന്ന് പറയാം. മാക്സിമം അവളെ എങ്ങനെ അവിടുന്ന് അടിച്ചു ഓടിക്കാൻ നീ ശ്രമിക്കണം എന്ന് പറയാം. അതൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അച്ഛാ. പക്ഷെങ്കിൽ അവളുടെ സ്വഭാവം അറിയാലോ, അവൾ അത്ര പെട്ടെന്നൊന്നും പിടി കൊടുക്കുന്നവളല്ല. അവള് തന്ത്രത്തിന്റെ ആശാത്തിയ. ഈ പറയുന്ന നവ്യ മുഖത്ത് നോക്കി 4 വർത്താനം പറയുമെങ്കിലും അവൾക്ക് തന്ത്രമൊന്നും അറിയത്തില്ല. പക്ഷെ നയനെ അങ്ങനെയല്ല, അവൾക്ക് എല്ലാം അറിയാം. കാഞ്ഞ ബുദ്ധി അവൾക്കെന്ന് പറയാണ്. നീ നോക്കിയും കണ്ട് നിന്നോ, ഒരു കാരണവശാലും വിട്ടുകൊടുക്കേണ്ട കാര്യമില്ലാന്ന് പറയാം. അങ്ങനെ കുറെ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഫോൺ വെക്കുന്നത്. അപ്പത്തേനും ദേഷ്യം കൊണ്ട് അനാമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അപ്പത്തേനും അനി അങ്ങോട്ട് കയറി വന്നു. അനി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അനാമയുടെ മുഖം ഇരുണ്ടിരിക്കുന്നുണ്ട്. അനി മൈൻഡ് ചെയ്യാൻ പോയില്ല. അപ്പൊ അനിയുടെ അടുത്തിട്ട് അനാമ ചോദിച്ചു, ഇതെന്താ അനി നിനക്കെന്താ കണ്ടിന് മൈൻഡില്ലാത്ത എന്താന്ന് ചോദിക്കോ. ഓ നീ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇനിയിപ്പൊ ഞാൻ എന്തെങ്കിലും സംസാരിക്കാൻ വന്ന പിന്നെ അത് മതി, അത് പറഞ്ഞ് വഴക്കുണ്ടാകാനായിട്ട്. അല്ല ഞാൻ നിന്റെ ഭാര്യയല്ലേ, ആ ഒരു പരിഗണനയെങ്കിലും എനിക്ക് തന്നുകൂടെന്ന് ചോദിക്കുക. ആണോ ഭാര്യയാണോ? പക്ഷെ നീ അങ്ങനെയല്ലല്ലോ, നീ എന്നെ ഭർത്താവായിട്ട് കാണുന്നില്ലല്ലോ. നിനക്ക് എപ്പോഴും നിന്റെ വീട്ടുകാര്
നീ പിടിക്കുന്ന കാര്യങ്ങളെല്ലാം ജയിക്കണം. നിനക്ക് പണത്തിനോടും പത്രാസിനോടും ഒക്കെയാ. എനിക്ക് ഈ പറയുന്ന കാര്യത്തിനോട് ഒന്നും താല്പര്യമില്ലാത്ത കാര്യമാണ്. പിന്നെ നിന്നെ കല്യാണം കഴിച്ചോണ്ട് നിൽക്കുന്ന ഈ വീട്ടുകാരാ. ഇപ്പൊ ഈ വീട്ടിലെ അംഗമാ നീ. അപ്പൊ ഇവിടെ ഉള്ളവർക്കാണ് നീ കൂടുതൽ പ്രാധാന്യം കൊടുക്കണേ. നീ പക്ഷെ ചെയ്യുന്ന തിരിച്ചാ. നിന്റെ വീട്ടുകാർ പറയുന്നല്ലേ നീ അനുസരിക്കോളൂ എന്ന് ചോദിക്കണം. ഇത് കേട്ടോ അനാമി പറഞ്ഞു, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അതെ, ഇങ്ങോട്ട് കല്യാണം കഴിച്ചോണ്ട് വന്നോടത്തോണ്ട് എന്റെ അച്ഛനും അമ്മയും അല്ലാതെ ആവുന്നില്ലെന്ന് പറയാം. അല്ലെന്ന് ആര് പറഞ്ഞു? പക്ഷേങ്കില് അവര് പറയുന്ന അനുസരിച്ച് അവിടെ താളത്തിനൊത്ത് തുള്ളിയിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം താറുമാറാന്ന്. അതൊന്ന് മനസ്സിൽ കരുതിയാൽ കൊള്ളാന്ന് പറയണം. വന്ന് കേറിയില്ല. അതിനു മുമ്പ് ഉപദേശം തുടങ്ങിയല്ലേന്ന് ചോദിക്കാൻ. ഉപദേശമൊന്നും അല്ല, ഇനിയും നിനക്ക് മാറാനായിട്ട് സമയമുണ്ട്. ഇനിയിപ്പം ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു തരുന്നില്ല. എന്റെ എല്ലാം നിന്റെ ഇഷ്ടം പോലെ നീ എന്തോ ചെയ്തോളാം പറയണം. ഓ, ഇനിയിപ്പൊ നിനക്ക് ഒന്നുകൂടെ ധൈര്യമായല്ലോ. നിന്റെ ഏട്ടത്തിയമ്മയും കൂടെ വന്നിട്ടുണ്ടല്ലോ. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇനിയിപ്പൊ ഏട്ടത്തിയമ്മേനെ കാണാനെന്ന് പറഞ്ഞുകൊണ്ട് നീ ആ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഓടില്ലല്ലോ അവളെ കാണാനായിട്ട്, ആ നന്ദുവിനെ കാണാനായിട്ട്. ഇനി എന്ത് പേര് പറഞ്ഞ് നീ അങ്ങോട്ട് പോകുന്ന ചോദിക്കുക. അത് കേട്ടപ്പോ അനു പറഞ്ഞു, അതെ, ഞാൻ എന്റെ ഏട്ടത്തിയമ്മേനെ കാണാനാ പോയിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പൊ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ഏട്ടത്തിയമ്മേനെ കാണാനായിട്ട് നന്ദു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറയാം. ഇത് കേട്ടതും അനാമയ്ക്ക് വല്ലാത്ത ദേഷ്യമായിപ്പോയി. ഓഹോ, അപ്പൊ ഇനിയിപ്പൊ അവൾ ആ പേര് ഇങ്ങോട്ട് പറഞ്ഞു വരൂല്ലേ? വരട്ടെ, അവൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയാണ്. പിന്നീട് നയന ഹാളിലിങ്ങനെ ഇരിക്കുവാണ്. ഹാളിൽ ഇരിക്കുന്ന സമയത്താണ് ദേവേനെ അങ്ങോട്ടേക്ക് വരുന്നത്. ദേവേനെ കുറച്ചേരം അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. നയന ഇങ്ങനെ പതുക്കി ഇരിക്കണം. അപ്പം ദേവേനയ്ക്കറിയാം ദേവേന അതേ അവസ്ഥകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നല്ലേ. പിന്നീട് ദേവേന ഇങ്ങോട്ടത്തിനും നയന പെട്ടെന്ന് ചാടി എഴുന്നേക്കാണ്. ദേവേനെ പറഞ്ഞു, എന്തിനാ എഴുന്നേക്കുന്ന? അവിടെ ഇരുന്നോളാൻ പറയാണ്. ഇത് കേട്ടോ നയന ഒരു അത്ഭുതത്തോട് കൂടിയിട്ട് ദേവേനെ ഇങ്ങനെ നോക്കുകയാണ്. കാരണം മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ലമ്മ, താനിവിടെ ഇരിക്കുന്നാടാ, നിനക്കൊരു ജോലിയില്ലേ, നീ എന്തെടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് ആക്രോശിക്കുന്നായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ഇച്ചിരി സോഫ്റ്റ് ആയിട്ടാണ് പെരുമാറുന്നേ. പിന്നീട് നയനോട് ചോദിച്ചു, നീ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കണം. ഇത് കേട്ടോ നയന് പറഞ്ഞില്ല, കഴിക്കണം. അല്ല ഇനിയിപ്പോ എന്താ കഴിക്കാനായിട്ട് താലപ്പൊലി എടുത്തോണ്ട് വരണമെന്ന് ചോദിക്കാം. അല്ല ആദർശാനും കൂടെ വന്നിട്ട്, അതെ ആദർശനെ നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല, നിനക്ക് വിശന്നാ നിനക്കെടുത്ത് കഴിക്കാലോ എന്നൊക്കെ പറയാണ്. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ടൊക്കെയാണ് നയനെ കഴിക്കാനൊക്കെ ഇരുന്നേ. പക്ഷേ എങ്കിൽ ഇപ്പോഴീ അമ്മയ്ക്ക് വന്ന മാറ്റം നയനെ ശരിക്കും അത്ഭുതപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ അമ്മ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ആദർശമായിട്ട് മലയ്ക്ക് പോയിന്ന് വന്നതിന് ഗുണമാണോ ഇതൊക്കെ ഒന്ന് ഓർത്തിട്ട് നയന ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാം കേട്ടോ. ഇനിയിപ്പം അനാമിയക്ക് ഇനിയിപ്പം വല്ലാത്ത ദേഷ്യമാൻ തുടങ്ങും. കാരണം കിളി പോവും. കാരണം മറ്റൊന്നുമല്ല, ദേവേനെ നയനെ സ്നേഹിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും അനാമികയുടെ കിളി പോവും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.